Hi guys. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ തല്ലു ഞാൻ. ഇപ്പൊ ഇവിടെ എന്റെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഓടാൻ ഒരാളും കൂടി എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനൊരു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കല്യാണ പെണ്ണിന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അതായത് ആഗിയാണ് കല്യാണ പെണ്ണ്. ആഗിനെ ഞാൻ കുഞ്ഞിലേ മുതലേ എടുത്തോണ്ട് നടന്ന് കളിച്ച് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് വലുതാക്കി എടുത്താണ്. ഇപ്പൊ ആഗിയുടെ കല്യാണമാണ്. അപ്പൊ ഇന്ന് അത്താഴൂണാണ്. അപ്പൊ അവൾ ഇന്ന് എന്നോട് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരുമെന്ന് ചോദിച്ച്. സത്യത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സാധനങ്ങളും ഇല്ല. കാരണം വിനുവിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെ അവിടെ പോയി ചെയ്താണല്ലോ. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്താണ് പോയി ചെയ്തത്. അവളിങ്ങനെ ചെയ്യിക്കും എന്നുള്ളൊരു പ്ലാൻ എനിക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സാധനങ്ങളൊന്നും അധികം വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അവൾക്കൊരു ഹെയർ സ്റ്റൈൽ വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നമ്മുടെ പാത്തുവിൻ്റെ തലയിൽ ആവശ്യത്തിൽ കൂടുതൽ മുടിയുള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പാത്തുവിന് ഇവിടെ ഞാൻ ഈരി ഒതുക്കി വെച്ചിട്ടുണ്ട്. തല നിറച്ച് തേനാണ്. ഇത് പറ പാത്തുവിന് ഈ മേക്ക് ഓവറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പാത്തു എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എണ്ണ ഇട്ടേച്ച തല കൊണ്ടുപോയി പിന്നെ ഷാമ്പൂ ഒക്കെ ഇട്ട് വീണ്ടും എണ്ണ പോയിട്ടൊന്നുമില്ല, എന്നാലും കഴുകിയിട്ടൊക്കെ കൊണ്ടുവന്നു വെച്ചി. ഇവിടെ ഇപ്പൊ വന്നതും പോയതുങ്ങളൊക്കെ പ്രേതമാണ്. അപ്പൂന്റെ ബാധ പകർന്നാണ്. നമുക്ക് പാത്തുവിന്റെ തലയിൽ എക്സ്പെരിമെന്റ് ചെയ്യാം. ഈ തല കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവണ്ടേ? അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഫുള്ള് തലയിൽ എണ്ണയാണ്. അത് കഴുകി കളയാണ്ട് നമുക്ക് ഒരു സ്റ്റൈലും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ആദ്യത്തെ പരീക്ഷണം നല്ല രീതിയിൽ അങ്ങോട്ട് പാളിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ള തലയെന്ന് പറയുന്നത് അലീനയുടെയാണ്. അപ്പോൾ അവളെ പിടിച്ചിരുത്താന്ന് വിചാരിച്ച്. കാരണം പാത്തുവിൻ്റെ തല വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുമാതിരിയാണ് എണ്ണ. പിന്നെ അലീന വന്നിരുന്നപ്പോഴത്തേക്ക് ഏകദേശം 6 മണിയായി. അപ്പോഴേക്കും ആകെ ഒരു 6 മണി 6:30 വരാമെന്നാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് പരീക്ഷണങ്ങളൊന്നും നടത്താൻ നിന്നില്ല. എന്തായാലും ഇറങ്ങി പുറപ്പെട്ട് ഇനിയിപ്പോൾ വന്നിടത്ത് വെച്ച് തന്നെ കാണാമെന്ന് വിചാരിച്ചു. സമയമായതുകൊണ്ട് ഞാൻ ഈ ബദൂരികളൊന്നും വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ 6 മണിക്ക് എത്താന്ന് പറഞ്ഞവള് 7:15 എത്തിയിട്ടുണ്ട്. 8 മണിക്കാണ് അത്രയും മധുരം വെപ്പ്. അതുകൊണ്ട് നമുക്കിനി അധികം സമയമൊന്നുമില്ല. ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അവൾ ആദ്യമേ പറഞ്ഞായിരുന്നു മേക്കപ്പ് ഒന്നും നമുക്ക് കാര്യമായിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഞാനൊരു ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്, ചേച്ചി ഒന്ന് ഹെയർ സെറ്റ് ചെയ്ത് തന്നാൽ മതിയെന്ന്. അപ്പോൾ എനിക്കും തോന്നി ഓവറോൾ ലുക്കിനൊന്ന് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹെയർ ഒന്ന് സെറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ഐഡിയ വരുമെന്ന്. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ടുള്ള പരിപാടി തുടങ്ങി. ടെൻഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ദേവസേനയാണെന്ന് പറഞ്ഞ് അവള് സ്വയം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും കാര്യമായിട്ടുള്ളൊരു മേക്കപ്പ് ഒന്നും ഞാൻ സാധാരണ നമ്മൾ പിള്ളേർക്കൊക്കെ വല്ല പരിപാടിക്കൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുമെങ്കിലും ഒരു ബ്രൈഡിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിയാകോ ദൈവമേ, കുളമാകോ, നല്ലൊരു ദിവസമായിട്ട് ഞാൻ കാരണം കുളമാകോ എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ചെയ്തു വന്നപ്പോൾ എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പിന്നെ അവളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അത് എത്ര ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അതിനെ താങ്ക്ഫുള്ളായിട്ട് കാണുന്ന ഒരാളാണ് ആഗി. അതുകൊണ്ട് തന്നെ ആഗി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചൊരു വിശ്വാസത്തിന്റെ പുറത്ത് എന്തായാലും സംഭവം സക്സസ്ഫുള്ളായി. എല്ലാരും ചോദിച്ചാ പറയണം, മനസ്സിലായില്ലേ? സത്യത്തിൽ ഇത്രയും ധൈര്യം ഞാൻ ആരിലും കണ്ടിട്ടില്ല. എന്നെയാണ് പണി ഏൽപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം വേറെ. അതും പോരാണ്ട് അത്രയും ലെങ്ത്തുള്ള മുടിക്ക് അവൾ ആകെ 1 മുഴം പൂവാണ് വാങ്ങിച്ചത്. പക്ഷെ എന്നിരുന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ.
പിന്നെ ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് താമസിക്കുന്നതുകൊണ്ട് തന്നെ വന്നവരും പോയവരൊക്കെ നല്ല കോംപ്ലിമെന്റ്സ് ആണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ തല്ലു ഞാൻ. നല്ലല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പരിപാടി എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.